അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أرسلناك إلا رحمة للعالمين. صدق الله العلي العظيم. يا رحمة الله إني خائف وجلو يا نعمة الله إني مفلس عاني وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. الصلاة والسلام عليك يا سيدنا يا رسول الله. خذ بأيدينا قلت حيلتنا أدركنا يا رسول الله. ഏറ്റവും സ്നേഹാദരവുകൾ നിറഞ്ഞ പണ്ഡിതരെ, വിശ്വാസി സുഹൃത്തുക്കളെ, സഹോദരീ സഹോദരങ്ങളെ, വളരെ സന്തോഷത്തോടുകൂടെയാണ് നിങ്ങളോട് സംവദിക്കുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹബിഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവ്വൽ മാസത്തിൽ ആധുനിക സങ്കേതങ്ങൾ ഉപയോഗിച്ച് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാനും കേൾക്കാനും വേണ്ടി നമ്മുടെ നുച്ചിയാട് യൂണിറ്റിൻ്റെ പ്രസ്ഥാന കുടുംബത്തിൻ്റെ നേതൃത്വത്തിൽ ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ചു എന്നതിൽ ഏറെ സന്തോഷമുണ്ട്. ദീർഘമായൊരാമുഖം പറഞ്ഞ് ഉള്ള സമയത്തെ ഞാൻ നഷ്ടപ്പെടുത്തുന്നില്ല. പ്രവാചകരുടെ സഹജീവി സമീപനത്തെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. ഏറെ പ്രസക്തമാണ്. ഇപ്പോൾ ഒന്നുകൂടെ സമകാലികവുമാണ് ഈ സബ്ജക്റ്റ്. അങ്ങ് ഫ്രാൻസിൻ്റെ തെരുവിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില പ്രശ്നങ്ങൾ, ഒരധ്യാപകനെ കൊലപ്പെടുത്തിയത്, അങ്ങനെ ഒരു രീതിയെ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല.
അതേസമയം ലോകം മുഴുവനും സ്നേഹപൂർവ്വം കാണുന്ന അത്യാദരണീയരായ മതത്തിലുള്ളവരും മുസ്ലിം സമൂഹവും അല്ലാത്തവരും പലപ്പോഴും മഹത്വത്തോടുകൂടെ കാണുന്ന അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിന്ദിച്ചുകൊണ്ട് കാർട്ടൂൺ പ്രദർശിപ്പിക്കുക മാത്രമല്ല, പ്രവാചകരോടുള്ള വിരോധം പ്രകടിപ്പിക്കുക കൂടെ ചെയ്തപ്പോൾ അതിനോടുള്ള പ്രതികരണം ഫ്രാൻസിൽ കുടിയേറ്റം നടത്തി ജീവിക്കുന്ന സുഹൃത്ത് നടത്തിയത് ശരിയല്ല. അതോടൊപ്പം തന്നെ ലോകമാദരിക്കുന്ന ഒരു വ്യക്തിയെ നിന്ദിച്ചതും ശരിയല്ല എന്നത് പ്രസക്തിയോടെ കാണേണ്ടതാണ്. അത് ശരിയല്ല എന്നുള്ളത് മുസ്ലിമീങ്ങളായ നമ്മുടെ മാത്രം ഒരു വാശിയോ മർക്കടമുഷ്ടിയോ അല്ല. പോപ്പ് തന്നെ പറഞ്ഞു, പ്രവാചക തിരുമേനി ആദരിക്കപ്പെടുന്ന വ്യക്തിയാണ്, അദ്ദേഹത്തെ നിന്ദിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളും രീതികളും ഒട്ടും ശരിയല്ല എന്ന് ലോകത്തിൻ്റെ മുന്നിൽ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിലും ആരെയും നിരീക്ഷിക്കാനും ആരെക്കുറിച്ചും അഭിപ്രായം പറയാനുമുള്ള സ്വാതന്ത്ര്യവും ആ വ്യക്തിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളെ ആവിഷ്കരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എന്നു മാത്രമല്ല ഏതൊരാളെയും നിരൂപിക്കാം എന്നത് ശരിയാണ്, അതിനുള്ള സ്വാതന്ത്ര്യം അനുവദിക്കുന്നു എന്നതോടൊപ്പം നിന്ദിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല എന്നുകൂടെ നമ്മൾ തിരിച്ചറിയണം. എന്നെക്കുറിച്ച് നിങ്ങൾക്ക് ഏതെങ്കിലും എൻ്റെ പ്രവർത്തനങ്ങളിൽ പിടിക്കാത്തതുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ പറയുന്ന ആശയങ്ങളിൽ നിങ്ങൾക്ക് ബോധ്യമല്ലാത്തതുണ്ടെങ്കിൽ എന്നെ നിങ്ങൾക്ക് ആ വിഷയത്തിൽ വിമർശിക്കാം. പക്ഷേ എന്നെ ആ വിഷയത്തിൽ നിങ്ങൾക്ക് തെറി വിളിക്കാൻ പറ്റില്ല. എന്നെ എന്ന് മാത്രമല്ല, ഒരാളുടെയും വ്യക്തിത്വത്തെ ഹനിക്കും വിധത്തിൽ, അവരുടെ മാന്യത പരിഗണിക്കാത്ത വിധത്തിലുള്ള പ്രയോഗങ്ങൾ നടത്തുന്നത് ശരിയല്ല എന്നത് ലോകത്താരും സമ്മതിക്കുന്ന ഒരു ന്യായമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകരുടെ വിഷയത്തിലും ആ ന്യായം അംഗീകരിച്ചു കൊടുക്കണമെന്നാണ് മുസ്ലിം ഉമ്മത്ത് പറയുന്നത്. പ്രവാചകരുടെ ജീവിതകാലത്തു തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവർക്കെതിരായി സംസാരിച്ചിട്ടുണ്ട്. അവരൊന്നും കൊല ചെയ്യപ്പെട്ടിട്ടില്ല, അങ്ങനെ കൊല ചെയ്യപ്പെടുകയുമില്ല. കാരണം അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാരുണ്യത്തിൻ്റെ ദൂതരാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, ലോകങ്ങൾക്ക് മുഴുവനും അനുഗ്രഹമായിട്ടല്ലാതെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തേക്ക് വന്നിട്ടില്ല. റഹമു മൻ ഫിൽ അർളി റഹമുക്കും മൻ ഫിസ് സമാ, ഭൂമിയിലുള്ള സർവ്വതിനോടും നിങ്ങൾ സ്നേഹത്തോടെ കാരുണ്യ മനസ്സോടെ പ്രതികരിക്കുക, എങ്കിൽ ആകാശത്തിൻ്റെ അധിപനായ അള്ളാഹുവിൻ്റെ സമക്ഷത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ വർഷിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇത് കേവലം ഒരു സ്റ്റേറ്റ്മെൻറ്റായി മാത്രം പറഞ്ഞ് വെച്ചു പോയതല്ല, മറിച്ച് ലോകത്തിൻ്റെ മുന്നിൽ കൃത്യമായി അവിടുന്ന് അതടയാളപ്പെടുത്തിയിട്ടുണ്ട്. എത്രയെത്ര ഘട്ടങ്ങളിൽ പ്രവാചകരുടെ സഹജീവികളോടുള്ള സ്നേഹം മനുഷ്യരെ നോവിക്കാൻ പാടില്ല എന്നു മാത്രമല്ല, ഒരു വാക്കുകൊണ്ട് മനസ്സിനെ മുറിവ് വരുത്തുന്നത് വലിയ ക്രൂരതയാണെന്ന് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോൾ
അങ്ങനെ പറയുന്ന പ്രവാചകർ മനുഷ്യരോടായി മാത്രമല്ല, മറ്റുള്ള ജീവികളോട് പോലും, മറ്റുള്ള വസ്തുക്കളോട് പോലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്നേഹത്തോടെ പ്രതികരിച്ചിട്ടുണ്ട്. സഹീഹുൽ ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു സംഭവമുണ്ട്. ജഅഫർ റളിയല്ലാഹു അൻഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം സഞ്ചരിക്കുകയാണ്. ആ സഞ്ചരിക്കുന്ന സമയത്ത് ഒരൻസാരിയായ സുഹൃത്തിൻ്റെ തോട്ടത്തിൻ്റെ പരിസരത്തുകൂടെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നു പോകുന്നു. ആ നടന്നു പോകുന്ന സന്ദർഭത്തിൽ തോട്ടത്തിനകത്തിരുന്ന് ഒരൊട്ടകം സങ്കടപ്പെടുന്നു, വേവലാതി പറയുന്നു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഒട്ടകത്തിൻ്റെ സമീപത്തേക്ക് ചെല്ലുന്നു. ആ ഒട്ടകത്തെ മെല്ലെ ഒന്ന് തലോടുന്നു. അങ്ങനെ തലോടുമ്പോൾ ഒട്ടകം കരച്ചിൽ അവസാനിപ്പിക്കുന്നു. ഒട്ടകം പിന്നെ കരയുന്നില്ല. ആ കരച്ചിൽ എങ്ങനെയാണ് അവസാനിച്ചത്? കരഞ്ഞുകൊണ്ടിരുന്ന ഒട്ടകത്തിൻ്റെ പ്രയാസങ്ങളെ തിരിച്ചറിഞ്ഞ് ഒന്ന് തൊട്ടു തലോടി സ്നേഹപൂർവ്വം അതിനോട് പ്രതികരിച്ചു കടന്നു പോകുന്ന പ്രവാചകൻ പിന്നെ എവിടേക്കാണ് പോകുന്നത്? നേരെ ഈ തോട്ടത്തിൻ്റെ ഉടമയെ അന്വേഷിച്ചു പോവുകയാണ്. തോട്ടത്തിൻ്റെ ഉടമയെ അന്വേഷിച്ചു പോവുകയാണ്. അങ്ങനെ അന്വേഷിച്ച് കണ്ടെത്തിയിട്ട് ആ തോട്ടത്തിൻ്റെ ഉടമയോട് പറയുന്നു, അലാ തത്തഖില്ലാ ഫീ ഹാദിഹിൽ ബഹീമ അല്ലത്തി മല്ലക്കല്ലാഹു ഇയ്യാഹാ. ഓ സഹോദരാ, നീ അള്ളാഹുവിനെ ഭയപ്പെടുന്നില്ലയോ? ഈ മൃഗത്തിൻ്റെ വിഷയത്തിൽ നിങ്ങൾ ഭയപ്പെടുന്നില്ലയോ? അള്ളാഹു നിങ്ങൾക്ക് ഉടമപ്പെടുത്തി തന്നിട്ടുള്ള ഈ നാൽക്കാലിയുടെ വിഷയത്തിലും സൃഷ്ടാവിനെ ഭയപ്പെടണമെന്ന് ഓർമ്മിപ്പിച്ച് ഉപദേശിച്ച് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു പോകുന്നു. അയാൾ ആ വാചകത്തെ അംഗീകരിക്കുന്നു. ഒരു മിണ്ടാപ്രാണിയായ ജീവിയുടെ വ്യഥയറിയാനുള്ള മനസ്സ് പ്രവാചകർക്കുണ്ട്. അതിനെ പരിഗണിക്കാനുമുള്ള മനസ്സുണ്ട്. ഇനി ഒരുപക്ഷേ അത്ര പരിഗണനീയമല്ലാത്ത ജന്തുക്കളാണെങ്കിലും വിശ്വാസികൾ മലിനമായി കാണുന്ന ജീവികളാണെങ്കിലും അവർ പോലും പ്രിയപ്പെട്ട പ്രവാചകൻ്റെ സവിധത്തിൽ വന്ന് സങ്കടം പറഞ്ഞിട്ടുണ്ട്. ഇമാം ദാരമി ഉദ്ധരിക്കുന്ന ഹദീസു കാണാം. ശംർ ഇബ്നു അത്തിയ്യ റളിയല്ലാഹു അൻഹു പറയുന്നു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം സുബഹി നിസ്കാരത്തിനു വന്നു. ആ സുബഹി നിസ്കാരം കഴിഞ്ഞ് പള്ളി ഇറങ്ങുമ്പോൾ ഏകദേശം ഒരു 100ഓളം ചെന്നായകൾ പ്രവാചകരുടെ സവിധത്തിൽ വന്നിങ്ങനെ നിൽക്കുന്നുണ്ട്. പ്രവാചകരുടെ മുഖത്തു നോക്കിയിട്ട് എന്തോ പരാതിപ്പെടുന്നത് പോലെ കാണുന്നു. ഉടനെ റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഓ സഹോദരങ്ങളെ, സ്വഹാബാക്കളെ, നിങ്ങൾ ഇവർക്ക് ഭക്ഷണമൊന്നു കൊടുക്കുമോ? നിങ്ങൾ ഇവർക്ക് ഭക്ഷണം കൊടുക്കാൻ സന്നദ്ധമാകുമോ? കാരണം ഈ ചെന്നായകൾ വിശന്നിട്ട് നിങ്ങളെ പ്രവാചകനോട് ആവലാതി പറഞ്ഞിരിക്കുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞാൽ സഹാബാക്കൾ അനുസരിക്കും. ആ ചെന്നായകൾ മുഴുവനും വളരെ സന്തോഷത്തോടെ പ്രവാചകരുടെ സവിധത്തിൽ നിന്ന് തിരിച്ചുപോയി. ഇതല്ലേ നമ്മൾ കാണുന്നത്? ഇങ്ങനെ എത്രയെത്ര ഉദാഹരണങ്ങൾ സഹജീവികളോട് പ്രവാചകർ കാണിക്കുന്നത്. എണ്ണി എണ്ണി പറഞ്ഞാൽ ഒരുപാട് മണിക്കൂറുകൾ വേണം. ദീർഘമായി അത്തരം സംഭവങ്ങളിലേക്ക് പോകുന്നില്ല.
ഇമാം ബൈഹഖി ഉദ്ധരിക്കുന്നത് കാണാം. എന്താണ്? മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സവിധത്തിലേക്ക് സ്വഹാബാക്കൾ 2 പക്ഷിക്കുഞ്ഞുങ്ങളുമായി കടന്നു വന്നു. 2 പക്ഷിക്കുഞ്ഞുങ്ങളുമായി കടന്നു വന്നു. ആ സമയത്ത് പ്രവാചക സവിധത്തിലേക്ക് പറന്നു വരുന്നുണ്ട് ആര്? തള്ളപ്പക്ഷി. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സവിധത്തിൽ വന്നിട്ട് ചിറകിട്ടിങ്ങനെ അടിക്കുകയാണ്. ആ അടിക്കുന്നത് കണ്ടപ്പോൾ റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനസ്സു നൊന്തു. അവിടുന്ന് സ്വഹാബാക്കളോട് പറഞ്ഞു, ഓ സ്വഹാബാക്കളെ, നിങ്ങളാ പക്ഷികളെ തിരിച്ചയക്കണം, നിങ്ങൾ പറഞ്ഞയക്കണം. ആ പക്ഷി വന്നുകൊണ്ട് പ്രയാസങ്ങൾ പറയുന്നത് കേട്ടിട്ട് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പക്ഷിയെ തിരിച്ചു കൊടുക്കാൻ, തിരിച്ചു പറഞ്ഞേക്കാൻ ആവശ്യപ്പെടുന്നു. ഇതാണ് നമ്മൾ കാണുന്നത്. ഇനി നിങ്ങൾ നോക്കൂ, പ്രവാചകരെ സവിധത്തിൽ വേട്ടക്കാരൻ പിടിച്ച മാൻപേട വന്നിട്ട് സങ്കടം പറഞ്ഞിട്ടുണ്ടല്ലോ. വഅതാകൽ ഉദു യബ്കി വതദല്ലൽ ബൈന യദൈക വസ്തജാറക യാ ഹബീബി ഇൻദകൽ ലബിയുൻ നഫൂറു. മദീനത്തേക്ക് മനസ്സുതിരിച്ച് മുത്തുനബിയോട് അനുരാഗം വച്ച് ഒരു സ്വലാത്ത് സലാമിൻ്റെ വചനം ചൊല്ലുമോ? യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സ്വലാത്തുല്ലാഹി അലൈക്കും. സുബ്ഹാനല്ലാഹ്, എത്ര സുന്ദരമായിട്ടാണ് ആ മേൻപേടയുടെ സങ്കടത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നത്. വഅതാകൽ ഉദു യബ്കി വതദല്ലൽ ബൈന യദൈക വസ്തജാറക യാ ഹബീബി ഇൻദകൽ ലബിയുൻ നഫൂറു. ചെറിയ മക്കളുള്ള മാൻപേട, ആ മാൻപേട മാനിനെ പിടിച്ചു. ആര്? വേട്ടക്കാരൻ പിടിച്ചു. ആ സമയത്ത് ചെറിയ കുട്ടികൾക്ക് ഭക്ഷണം തേടി വന്നതാണ്. പട്ടിണി കിടക്കുന്നുണ്ട് ആ മക്കൾ. അത് മനസ്സിനെ നൊമ്പരപ്പെടുത്തി. അപ്പോഴാണ് അത് വഴി കടന്നു വരുന്ന അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുന്നത്. എനിക്ക് വേണ്ടി ഒന്ന് വേട്ടക്കാരൻ്റെ മുന്നിൽ ജാമ്യം നിൽക്കുമോ? ഞാനൊന്ന് എൻ്റെ മക്കളിലേക്ക് പോയിട്ട് മുല കൊടുത്തിട്ട് ഭക്ഷണം കൊടുത്തിട്ട് തിരിച്ചു വന്നോളാം. എനിക്കവസാനമായി അവരെ ഒന്ന് മുല കൊടുത്ത് ആശ്വസിപ്പിക്കാമല്ലോ. വന്നു നിൽക്കുമോ യാ റസൂലല്ലാഹ്? വിശ്വാസികൾക്കിതിൽ അത്ഭുതങ്ങളില്ല. വിശ്വപ്രവാചകർ സർവർക്കും അനുഗ്രഹമാണ്. ജന്തുജാലകങ്ങൾക്ക് മുഴുവനും സന്തോഷമാണ്. അവരുടെ ജീവിതത്തിൻ്റെ സൗഖ്യവും സമാധാനവുമാണ്. അതുകൊണ്ട് ആ ജീവികൾ മുഴുവനും പ്രവാചകരെ അനുസരിക്കുകയും ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്തിരുന്നു.
സങ്കടപ്പെട്ട മാൻപേടയ്ക്ക് വേണ്ടി വേട്ടക്കാരൻ്റെ മുന്നിൽ മുത്തുനബി തന്നെ ജാമ്യം നിന്നല്ലോ. മാൻപേട പോയി മറഞ്ഞല്ലോ. വരാമെന്ന് പറഞ്ഞ സമയം അടുത്തല്ലോ. മാൻപേട വരാതിരിക്കുമ്പോൾ ഈ വേട്ടക്കാരൻ അപഹസിച്ചല്ലോ. എന്തൊരു വിഡ്ഢിത്തമാണ് നിങ്ങൾ ചെയ്തത്. ഒരു മൃഗത്തിനു വേണ്ടി ജാമ്യം നിൽക്കുമോ? അയാൾക്കറിയില്ല ഇത് തിരുദൂതരാണെന്ന്. അയാൾക്കറിയില്ല ഇത് ലോകാനുഗ്രഹിയാണെന്ന്. അയാൾക്കറിയില്ല സർവ്വലോകങ്ങൾക്കും കാരുണ്യമായി വന്ന പ്രവാചകരാണെന്ന്. പ്രവാചകരത് കേട്ട് പതറിയില്ല, സങ്കടപ്പെട്ടില്ല. അതാ സമയമടുത്ത് അവസാനിക്കുമ്പോൾ ദൂരെ നിന്ന് ഓടിക്കിതച്ചു വരുന്നു. ആ മാൻപേടയാണ് വരുന്നത്. യാ റസൂലല്ലാഹ്. അതിൻ്റെതായ ഭാഷയിൽ മുത്തുനബിയെ വിളിച്ച് സങ്കടപ്പെട്ട് അതേ വിട്ടുവീഴ്ച ചോദിച്ചുകൊണ്ട് വന്നു നിൽക്കുന്നത് വേട്ടക്കാരൻ കണ്ടപ്പോൾ അയാൾ അത്ഭുതപ്പെട്ടു പോയല്ലോ. ഇതൊരു വെറും മനുഷ്യനല്ലല്ലോ. മിണ്ടാപ്രാണി പോലും കൃത്യമായി വാക്കുപാലിക്കുന്ന ഒരു നേതാവ്, ഒരു പ്രവാചകനാകുമല്ലോ. അദ്ദേഹം ആ മേൻപാടെ ഒഴിവാക്കി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്നേഹം കാണിച്ച് അവിടുത്തെ കൂടെ ചേർന്നല്ലോ. ഇതല്ലേ ചരിത്രത്തിൽ ഓരോ സന്ദർഭങ്ങളിലും നമ്മൾ കാണുന്നത്. എല്ലായിടങ്ങളിലും പ്രവാചകർ ജീവജാലകങ്ങളോട് കാണിക്കുന്ന അപാരമായ സ്നേഹം, സൗഹൃദമായ ഇടപെടലുകൾ എത്രയെത്ര എണ്ണി പറയാനുണ്ട്. പ്രവാചകരങ്ങോട്ട് സ്നേഹിക്കുമ്പോൾ അവരിങ്ങോട്ടും സ്നേഹിക്കുന്നുണ്ട്. ചിലത് പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കാം. അതേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തബൂക്ക് യുദ്ധത്തിലേക്ക് പോകുകയാണ്. യാത്രയിൽ വഴിമധ്യേ ഒരാൾ കാത്തു നിൽക്കുന്നുണ്ട്. ആരാണ് അയാളെന്നറിയുമോ? മനുഷ്യനല്ല, പിന്നെ ഒരു പാമ്പാണ് കാത്തു നിൽക്കുന്നത്. പ്രവാചകർ കടന്നു പോകുന്ന വഴിയിൽ കാത്തു നിന്നിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സലാം പറയുന്നു. ആ സലാം പറഞ്ഞത് പ്രവാചകർ കേട്ടു. എത്രയോ കാലമായി പ്രവാചകരെ കാത്തുനിന്നൊരു സലാം പറഞ്ഞ പാമ്പാണത്. ഉടനെ മുത്തുനബി സന്തോഷത്തോടെ സ്വഹാബാക്കളോട് പറഞ്ഞു, വഹാ ഹുവ ദാ യഖറഉകുമുസ്സലാം ഫസല്ലിമു അലൈഹി. ഓ സ്വഹാബാക്കളെ, ഇവിടെ നിൽക്കുന്ന പാമ്പില്ലേ, നിങ്ങളോടുകൂടെ സലാം പറഞ്ഞ പാമ്പാണ്. അതുകൊണ്ട് നിങ്ങൾ അതിനോട് സലാം അടക്കണം. ഫഖാല അന്നാസു ജമീഅൻ വഅലൈഹിസ്സലാം വറഹ്മത്തുള്ളാഹ്. എല്ലാവരും കൂടെ പറഞ്ഞു. അതിന് തിരിച്ചു പ്രതിവാദ്യം സലാമിൻ്റെ വാചകം. സുബ്ഹാനല്ലാഹ്. പ്രവാചകർ ഇഴജന്തുക്കളോട്, പ്രാവുകളോട്, അതേപോലെ തന്നെ മറ്റു ജീവികളോട്, സർവ്വതിനോടും സ്നേഹത്തോടെ പ്രതികരിക്കുമ്പോൾ ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇഷ്ടമാണ്, താല്പര്യമാണ്. ഒരൊറ്റ സംഭവം കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കൊരു ഹദിയ കിട്ടി, കഴുത. ആ കഴുത ഏതാണ്? ഫർവത്ത് എന്ന ഫർവത്ത് റളിയല്ലാഹു അൻഹു സമ്മാനിച്ച കഴുതയായിരുന്നു. യഅഫൂർ എന്ന കഴുതയുണ്ട് സമ്മാനം കിട്ടിയത്.
അഫീർ എന്ന മറ്റൊരു കഴുതയുമുണ്ട് സമ്മാനം കിട്ടിയത്. എവിടെ നിന്നാണ് കിട്ടിയത്? ഈജിപ്തിലെ മുഖവുക്കിസ് രാജാവാണ് നബിക്ക് അഫീറിനെ നൽകിയത്. യഅഫൂറിനെ ഫർവത്ത് റളിയല്ലാഹു അൻഹു ആണ് നൽകിയത്, സമ്മാനിച്ചത്. ആ കഴുതയില്ലേ, ആ കഴുത യഅഫൂർ എന്ന കഴുത പ്രവാചകര് സഞ്ചരിക്കാൻ ഉപയോഗിച്ച കഴുതയാണ്. മുത്തുനബിയോടൊപ്പം ഇങ്ങനെ ജീവിച്ച കഴുതയാ. അതുകൊണ്ട് ആ കഴുതയോട് പ്രവാചകർക്ക് വലിയ ഇഷ്ടമാണ്. ആ കഴുതയെ വേദനിപ്പിക്കുന്നില്ല. പലപ്പോഴും അതിനെ തലോടുകയാണ്. ആ തലോടൽ അനുഭവിച്ച് സന്തോഷിക്കുകയാണ്. ആ നിലക്ക് യഅഫൂർ എന്ന കഴുതയുണ്ടല്ലോ, പ്രവാചകരുടെ വഫാത്തു വരെ ആ കഴുത ജീവിച്ചു. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മുഹിബ്ബുകളോട്, വിശ്വാസികളോട്, ഭൗതിക ലോകത്തിൻ്റെ വ്യത്യസ്തങ്ങളായ കാര്യങ്ങളിൽ തിരക്കിൽപ്പെട്ട് മുത്തുനബിയെ മറന്നു പോകാറുണ്ടെങ്കിൽ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഹബീബ് കൃത്യമായി സാന്നിധ്യം ഉറപ്പിക്കുന്നില്ലെങ്കിൽ, പ്രവർത്തന വഴിയിൽ പ്രവാചകരുടെ വാക്കുകൾക്ക് വിരുദ്ധമായ ഇടപെടലുകൾ സംഭവിച്ചു പോകാറുണ്ടെങ്കിൽ, അതിനെയെല്ലാം ഒന്ന് മാറ്റിയിട്ട് അങ്ങകല മദീനയുടെ വിശുദ്ധമായ മരുപ്പറമ്പിൽ അന്തിയുറങ്ങുന്ന കാരുണ്യത്തിൻ്റെ കരസ്പർശങ്ങളെ ലോകമാസകലം വിരിച്ചു നൽകിയ റഹ്മത്തുൽ ലിൽ ആലമീൻ, റാഹത്തുൽ ആശിഖീൻ, മുറാദുൽ മുസ്താഖീൻ, മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് മനസ്സൊന്നു ചേർക്കണം. ഹബീബിലേക്കൊന്നറിഞ്ഞു ചേരണം. അവിടുത്തെ ഖൽബ് കൊണ്ട് അറിയണം, കൂടുതൽ പഠിക്കണം, കേൾക്കണം. സ്വലാത്തിൻ്റെ സലാമിൻ്റെ വചനങ്ങൾ ഒരുപാട് ഉരുവിടണം. പുണ്യജീവിതത്തിലെ സുന്ദരമായ ചര്യകളെ ആവുന്നിടത്തോളം അനുധാവനം ചെയ്യണം. അങ്ങനെയെല്ലാം നിർവഹിച്ച് പ്രവാചകരോടൊപ്പം സ്വർഗീയ ലോകത്തൊന്ന് സംഗമിക്കണം. ഇതെല്ലാം കൊതിക്കുന്നവരല്ലേ ഞാനും നിങ്ങളും. പക്ഷേ ആഗ്രഹം മാത്രം മതിയോ? അമലുകൾ വേണ്ടേ? അധ്വാനമുണ്ടാവണ്ടേ? നിങ്ങൾ നോക്കൂ, ഒരു കഴുത പ്രവാചകരോട് കാണിക്കുന്ന സ്നേഹം. മദീനയുടെ മരുപ്പറമ്പ് അതേ തേങ്ങിക്കിടക്കുകയാണ്, വിങ്ങിപ്പൊട്ടുകയാണ് കണ്ണുനീരിൻ്റെ ഉപ്പുനീരാ ദിവസം മദീനയുടെ മണ്ണ് അനുഭവിച്ചു. ഒരു വട്ടമല്ല, ഒരുപാട് വട്ടം അനുഭവിച്ചു. മുത്തുനബിയുടെ വഫാത്തറിഞ്ഞപ്പോൾ മദീനയുടെ മണ്ണിന് അത് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. അവിടെയുള്ള ജീവജാലങ്ങൾക്ക് പോലും അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. ശോകമാമുഖമായൊരന്തരീക്ഷമാ മദീനയിൽ നിലനിൽക്കുന്നു. അപ്പോഴാണ് യഅഫൂർ എന്ന കവിത മുത്തുനബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടു നിന്നിരുന്ന കവിത. കഴുത, അവിടുത്തോട് ചേർന്നു ജീവിച്ചിരുന്ന കഴുത. ആ കഴുതയുടെ മുന്നിൽ റഹ്മത്തുൽ ലിൽ ആലമീനെ കാണാനില്ല. അവിടുന്ന് വഫാത്തായപ്പോൾ പ്രവാചകരെ കാണാതിരുന്ന കഴുത മരുഭൂമിയിലേക്കങ്ങ് നടന്നുപോയി. ഇനി ഞാനിവിടെ നിൽക്കുന്നില്ല. ആ പോക്കെവിടെയാണ് അവസാനിച്ചതെന്നറിയുമോ? ഇന്നഹു തറഹ നഫ്സഹു ഫീ ബിഇരിൻ, തൻ്റെ ശരീരത്തെ സ്വന്തമായൊരു കിണറിലേക്ക് അങ്ങ് വലിച്ചിടുന്നു. സുബുലുൽ ഹുദാ വർ റഷാദ് എന്ന ഗ്രന്ഥത്തിൽ കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട്. എപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായ ദിവസമാണ്.
ഇനി ഞാൻ ജീവിക്കുന്നില്ല എന്ന നിശ്ചയത്തിൽ ആ യാഫൂർ എന്ന കഴുതയുണ്ടല്ലോ ഒരു കിണറിലേക്ക് സ്വയമങ്ങു ചാടി. ഫമാത്, അങ്ങനെ ആ കഴുതയങ്ങ് മരിച്ചു കളഞ്ഞു. എന്നെ ഇഷ്ടം വെച്ച മുത്തുനബി, എന്നെ താലോലിച്ച മുത്തുനബി, എന്നെ തഴുകി തലോടിയ മുത്തുനബി, എൻ്റെ പ്രയാസങ്ങളെ പരിഗണിച്ച മുത്തുനബി, എനിക്കെല്ലാമെല്ലാമായ മുത്തുനബിയില്ലാതെ ഇനി ഞാൻ ജീവിക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്. മുത്തുനബി എങ്ങനെയാണ് അങ്ങോട്ട് ഇടപെട്ടതെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. മുഅ്മിനീങ്ങളെ, ഉമ്മമാരെ, മനസ്സു മദീനയിലേക്ക് തിരിയണം. എല്ലാ ദിവസവും റൗളയോട് സംവദിക്കണം. ഖുബ്ബത്തുൽ ഖദറാഇൻ്റെ താഴത്തുറങ്ങുന്ന മുത്തുനബിയിലേക്ക് എന്തെങ്കിലും ഒരു ഹദിയ എല്ലാ ദിവസവും ഒന്ന് സമർപ്പിക്കണം. പാപഭാരമുള്ള റാഷിദിനും വാക്കുകൾ കേൾക്കുന്ന വിശ്വാസികൾക്കും ഹബീബിൻ്റെ കാരുണ്യത്തിൻ്റെ കരങ്ങളെ കൊണ്ട് രക്ഷപ്പെടണം. ഇതുമാത്രം പ്രതീക്ഷിച്ച് മദീനയെ മനസ്സിലിരുത്തി മുത്തുനബിയാകം നിറഞ്ഞ് സ്നേഹിച്ച് ഈ ആധുനിക കാലഘട്ടത്തിലും സന്തോഷത്തോടെ ജീവിച്ചു പോകാൻ എനിക്കും നിങ്ങൾക്കും കഴിയണമെന്ന് എന്നോടും നിങ്ങളോടും വസിയ്യത്തായി ഓർമ്മപ്പെടുത്തി, അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങൾ റബീഉൽ അവ്വലിൻ്റെ ഒരു രാത്രിയിൽ നിന്റെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആവുന്നതുപോലെ സ്നേഹിച്ച് അവിടുത്തെ ജീവിത മഹിമയിൽ നിന്ന് ചില സന്തോഷത്തിൻ്റെ വർത്തമാനങ്ങൾ പറഞ്ഞ് നിന്നിലേക്ക് കൈമലർത്തിയിരിക്കുന്നു. അല്ലാ, ഞങ്ങളെ നീ കൈയൊഴിക്കരുത് റബ്ബേ. ഏറ്റെടുക്കണം അല്ലാ, സ്വീകരിക്കണം അല്ലാ, ഖായിബാക്കല്ലേ അല്ലാ. ഈ പരിപാടി സംഘടിപ്പിച്ചവർ, അധ്വാനിച്ചവർ എല്ലാവർക്കും ഖൈറും ബറക്കത്തും ഏറ്റി നൽകണേ അല്ലാ. മുത്തുനബിയോടുള്ള ഇഷ്കം ഖൽബിൽ നിറച്ച് അവിടുത്തേക്ക് ഒരുപാട് സ്വലാത്ത് സലാമു ചൊല്ലി മദ്ഹ് പാടി പറഞ്ഞ് എല്ലാം ചെയ്ത് അവസാനിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിൻ്റെ വചനം ഉച്ചരിച്ച് ശറഫാക്കപ്പെട്ട മുത്തുനബിയുടെ പൂമുഖം കണ്ടാസ്വദിച്ച് പുഞ്ചിരിച്ച് മഹാന്മാരുടെ സ്വീകരണത്തോടെ നിന്നിലേക്കും നിൻ്റെ ഹബീബിലേക്കും തിരിച്ചു വരാൻ സാധുക്കളായ ഞങ്ങൾക്ക്, ഞങ്ങളെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക്, ഞങ്ങളെ ഉസ്താദുമാർക്ക്, ബന്ധുജനങ്ങൾക്ക്, ഭാര്യസന്താനങ്ങൾക്ക്, ഞങ്ങളെ നേതാക്കൾക്ക്, പ്രവർത്തകർക്ക്, ഞങ്ങളെ സ്നേഹിച്ചവർക്ക്, ഞങ്ങളങ്ങോട്ട് സ്നേഹിച്ചവർക്ക്, ഞങ്ങളെ സഹായിച്ചവർക്ക്, സ്ഥാപനങ്ങളെ, സംഘടനകളെ സഹായിച്ചവർക്ക്, സ്നേഹിച്ചവർക്ക് സർവർക്കുമാ സൗഭാഗ്യം നൽകണേ അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. എല്ലാവരും ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.